സ്വർണം പാളി വിഷയങ്ങളുണ്ട്. ICPയുടെ മുതിർന്ന നേതാക്കളെ അടക്കം SIT ചോദ്യം ചെയ്യുന്നുണ്ട്. കോടതിയിൽ നടക്കം വിമർശനം വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് കാണുന്നത്? ആ സ്വർണ്ണപ്പാളി കേസ് അന്വേഷണം ഇത്രത്തോളം എത്തിയതിന് ഞാൻ കേരള ഹൈക്കോടതിയോടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കില്ലായിരുന്നു. ശ്രീമാൻ പിണറായി വിജയൻ്റെ പോലീസാണ് അന്വേഷിച്ചെങ്കിൽ കേസ് എവിടെ എത്തില്ലായിരുന്നു. ഇപ്പോൾ ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ പല നേതാക്കന്മാരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുക മാത്രമല്ല, ചിലരൊക്കെ തന്നെ ഇരുമ്പഴിക്കുള്ളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരള ഹൈക്കോടതിയോടാണ് നന്ദി പറയേണ്ടത്. ഇവരെ ആരെയും പുറത്താക്കിയിട്ടില്ല, പാർട്ടി ഇവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ ആരോപണം വന്നപ്പോൾ നടപടി എടുത്തെന്ന് പറയുന്നുണ്ട്. CPM-ന് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കണമെന്ന് അർഹതയില്ല. കാരണം ആ ധാർമ്മികതയുടെ ആ പിൻബലം എന്നോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരു പാർട്ടിയായിട്ട് മാത്രം ഒരു കൂട്ടം അവസര സേവകന്മാരുടെ മാത്രം ഒരു സംഘമായിട്ടൊന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ ചോദ്യം ചെയ്ത് SIT വിട്ടയച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കടകംപള്ളിയുടെ ഒരു പങ്ക് ഇതിൽ ഏത് രീതിയിലാണ് സംശയിക്കുന്നത്? ഉണ്ടോ, എങ്ങനെ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നുണ്ടോ? കടകംപള്ളി തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ മന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിച്ചേ മതിയാവുകയുള്ളൂ. ഈ അന്വേഷണത്തിലത് പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ SIT അന്വേഷണം ഇതുവരെ ശരിയായ ദിശയിലൂടെയാണ് പോയത്. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ കേരള ഹൈക്കോടതി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അത് നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു വലിയ പരിധിവരെ നമുക്ക് ഈ കാര്യത്തിൽ ആശ്വാസമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തലമുറ മാറ്റം എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായും തലമുറ മാറ്റത്തിലേക്ക് പോകണോ, അതോ നിലവിലുള്ള മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാട്, ഒന്ന് ഈ പറയുന്ന സീനിയേഴ്സ് മുതിർന്നവരെയും അതുപോലെ തന്നെ യുവാക്കന്മാരെയൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് എല്ലാ കാലത്തും. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ആ നിലപാടിന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, ആ സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും ഒരു മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുക. പിന്നെ യുവാക്കന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ അവശ്യ ദുർബല ജനവിഭാഗത്തിനൊക്കെ തന്നെ ഏറ്റവും അധികം പ്രാതിനിധ്യം കൊടുത്തൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഞാൻ KPCC അധ്യക്ഷനായ സമയത്താണ് ഏതാണ്ട് 46ഓളം യുവാക്കന്മാർക്ക്, അതുതന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് പാലിച്ചുകൊണ്ട് യുവതികൾക്കും യുവാക്കന്മാർക്കും ഒക്കെ തന്നെ അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് കഴിഞ്ഞ തവണ പുറത്തു വന്നു. അതുപോലുള്ള ലിസ്റ്റ് തന്നെയാണ് ഈ തവണ ഉണ്ടാകുക. അർഹതയുള്ള, നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രതിബദ്ധതയുള്ള കോൺഗ്രസ്സുകാരെ, യുവാക്കന്മാരെ, യുവതികളെ അവരെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഒരു നല്ല ലിസ്റ്റ് പുറപ്പെടുവിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഈ 95ലധികം സീറ്റ് മത്സരിച്ച് 21 പേരെ ജയിച്ചിട്ടുണ്ടോ ആ ലിസ്റ്റ്? തീർച്ചയായിട്ടും അത് പല കാരണങ്ങളുണ്ട്. അത് ലിസ്റ്റിൻ്റെ മാത്രം തകരാറില്ല. അത് പലപ്പോഴും കോൺഗ്രസ്സിലെ അന്നത്തെ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് വടംവലി, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അവർ കാണിച്ച അനവധാനത തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പ്രേരകമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 2016 വീണ്ടും രണ്ടാം തവണ അധികാരത്തിൽ വന്ന തന്നെ അതൊരു ചരിത്രത്തിൻ്റെ കൈത്തെറ്റ് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരു വലിയ പരിധിയോളം കോൺഗ്രസിൻ്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. അല്ലെങ്കിൽ ജനങ്ങൾ അന്നും ശ്രീമാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് അങ്ങേയറ്റം എതിരായിരുന്നു, എന്തെന്നില്ലാത്ത അമർഷത്തിലായിരുന്നു ജനങ്ങളൊക്കെ തന്നെ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുണ്ടായിട്ടുള്ള അന്തർസംഘർഷം ഒരു വലിയ അളവോളം തീർച്ചയായിട്ടും എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യത്തോടു കൂടി നിന്നാൽ മികച്ച ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന
പ്രത്യാശയാണ് കോൺഗ്രസിനുള്ളത്. പ്രധാന നേതാക്കൾ പലരും എംപിമാരാണ്. അവരൊക്കെ നമുക്ക് ഈ ഭരണം തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവരൊക്കെ നമുക്ക് ഈ ഇലക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അതൊക്കെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആലോചിക്കുന്നത്. ഇപ്പോഴും തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഓരോ നിയോജകമണ്ഡലത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും അവരിൽ നിന്ന് റിപ്പോർട്ട് ശേഖരിക്കുന്നുണ്ട്. നേതാക്കന്മാരുടെ റിപ്പോർട്ട് അതും എല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ടാണ് അന്തിമമായിട്ടൊരു തീരുമാനം ഇക്കാര്യത്തിൽ. നിയമസഭയിലേക്ക് ഉണ്ടോ താല്പര്യം? നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് മത്സരിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ പാർട്ടി, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചായിട്ട് ഒരു ഇലക്ഷനും കടന്നു പോയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ്. അതുപോലെ അസംബ്ലിയിലേക്കൊന്നും പറഞ്ഞു 140 നിയോജകമണ്ഡലത്തിനും എനിക്ക് ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മത്സരരംഗത്തില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതല്ല പ്രശ്നം. എൻ്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. തീരുമാനം എന്താണ്? മത്സരിക്കാൻ തയ്യാറാണോ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കോ? പല മന്ത്രങ്ങളും താങ്കൾ കേൾക്കുന്നുണ്ട്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും നിങ്ങൾ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ തന്നെ യഥാവിധി. മുതിർന്ന നേതാവെന്ന നിലയിൽ താങ്കൾ മത്സരിച്ചു കഴിഞ്ഞാൽ വിജയ സാധ്യത കൂട്ടുകയില്ലേ ഉള്ളൂ. അതൊക്കെ തന്നെ താങ്കൾ സജ്ജാണോ? ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാമല്ലോ. അല്ല, അങ്ങ് സന്നദ്ധനാണോ? മത്സരിക്കാൻ സന്നദ്ധനാണോ? ഞാൻ എല്ലാ കാലത്തും സന്നദ്ധനായിരുന്നല്ലോ. ഇത്തവണയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 2 തവണത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ, അസംബ്ലി സഭയിലാണല്ലോ മത്സരിക്കുന്നത്. അതെ, അങ്ങനെ നിങ്ങൾ ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻടു മൈ മൗത്ത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ എന്തും എല്ലാ കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ്. ദാറ്റ്സ് ഓൾ. ദാറ്റ് മച്ച് ഐ ക്യാൻ ടെൽ ദം. പക്ഷേ ഞാൻ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇനി മത്സരിക്കേണ്ട എന്ന തീരുമാനമുണ്ടോ? ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനമുണ്ടോ? താങ്കൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞ KPCC അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് 140 നിയമസഭാ മണ്ഡലങ്ങളുടെ ഉത്തരവാദിത്വം കൂടി താങ്കൾക്കുണ്ട്. ലോക്സഭയിലേക്ക് താങ്കൾ ഇല്ലാന്ന് പറയുകയും ചെയ്തു. ആ ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ അത് അംഗീകരിക്കാവുന്നതല്ലേ? സത്യത്തിൽ ഈ ചോദ്യം ചോദിക്കാനായിരിക്കും നിങ്ങളെല്ലാം വന്നതല്ലേ? സോറി, യു വിൽ നോട്ട് ഗെറ്റ് ആൻ ആൻസർ ഫ്രം മീ നൗ. അല്ല, താങ്കൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനം എടുത്തു. ഞാനത് പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത് അർത്ഥമില്ല. അല്ല, അങ്ങനെ മത്സരിക്കില്ല എന്നൊരു തീരുമാനമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഉത്തരം നിർബന്ധമാണ് എങ്കിൽ ഞാനത് പറയാൻ തയ്യാറല്ല. തയ്യാറല്ല. ഈ മറ്റൊരു വിഷയത്തിലേക്ക് ഒരു വീഴ്ച എന്തെങ്കിലും തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത് അതൊക്കെ തന്നെ ലോക്കൽ ഇഷ്യൂസാണ്. അത്ര വലിയ ഗൗരവമുള്ള ഇഷ്യൂ ആയിട്ടൊന്നും കാണേണ്ടതായിട്ടില്ല. അത് നിങ്ങൾ വല്ലാതെ നമ്മുടെ ചാനലുകളും ന്യൂസ് പേപ്പറൊക്കെ തന്നെ അത് ബ്ലോ അപ്പ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അങ്ങനെ പെരുപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതാ ഞാൻ പറയുന്നത്. CPM പറയാൻ ഒന്നും കിട്ടാതായപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ CPM ഒരു വാർഡിൽ കിട്ടിയ വോട്ടറിയോ 7, മറ്റൊരു വാർഡിൽ കിട്ടിയ വോട്ടറിയോ 10. അവിടെ ജയിച്ചാരാണെന്നറിയോ? STPI. അതെങ്ങനെ ജയിച്ചു? അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ചും സംസാരിക്കാൻ അർഹതയില്ലാത്ത ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പലയിടത്തും വടകര മുനിസിപ്പാലിറ്റി എടുത്ത് പരിശോധിക്കും. കൃത്യമായിട്ട് BJPയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ധാരണ ഉണ്ടാക്കിയത്. ഒരു 1/2 ഡസൻ കോൺസ്റ്റിറ്റ്യുവൻസി വാർഡുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആ കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായമല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ആ കാര്യത്തിലില്ല. ഞാൻ ഈ കാര്യം വളരെ കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പോലെയുള്ള സഹപ്രവർത്തകന്മാർ കോഴിക്കോട്ട് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാണ്. അത് ആവർത്തിക്ക് നിർത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ കാര്യം തീരുമാനമെടുക്കുന്നത്. സണ്ണി ജോസഫ് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. അതെ, ഓക്കെ, താങ്ക് യു.
ശരി